ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തൊടുപുഴ ജില്ലാ ആശുപത്രിയുടെ കെട്ടിടം അപകടാവസ്ഥയിൽ. പൊളിഞ്ഞു വീഴാറായ കെട്ടിടം അൺഫിറ്റ് എന്ന് സാക്ഷ്യപ്പെടുത്താതെ ജില്ലാ പഞ്ചായത്ത്. ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയുടെ കെട്ടിടം അപകടാവസ്ഥയായിട്ടും പൊളിക്കുവാൻ നടപടിയില്ല. 70 വർഷം പഴക്കമുള്ള കെട്ടിടം അൺഫിറ്റ് ആണെന്ന് ജില്ലാ പഞ്ചായത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നത്. കെട്ടിടം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർ ജില്ലാ പഞ്ചായത്തിന് കത്തും നൽകിയിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി കെട്ടിടം ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിലാണ്. അൺഫിറ്റാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാലാണ് പൊളിഞ്ഞു വീഴാറായ കെട്ടിടം പൊളിച്ചു മാറ്റുവാൻ സാധിക്കാത്തത്. കെട്ടിടം പൊളിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയർത്തുകയാണെന്ന് ആശുപത്രി വികസന സമിതി അംഗം അബ്ബാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജിജിൻ ജീവിക്കും 5 പേരിലൂടെ. കിളിമാനൂർ സ്വദേശിയുടെ 5 അവയവങ്ങൾ ദാനം ചെയ്തു. സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. വാഹനാപകടത്തിൽ മരിച്ച കിളിമാനൂർ സ്വദേശി ജിജിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെയാണ് ജിജിന് മസ്തിഷ്ക മരണം സംഭവിച്ചതായി സ്ഥിരീകരിച്ചത്. ഹൃദയം, കരൾ, വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. ജിജിനും സുഹൃത്തും കഴിഞ്ഞ ദിവസം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നിൽ കാർ വന്നിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ജിജിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 5 പേർക്കാണ് ജിജിന്റെ അവയവങ്ങൾ പുതുജീവനേകുക. ഹൃദയം, കരൾ, 2 വൃക്കകൾ, കോർണിയ എന്നിവ ദാനം ചെയ്തു. വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്ന സംഭവം. മേയറുടെ വസതിയിലേക്ക് UDF നൈറ്റ് മാർച്ച്. കോഴിക്കോട് വലിയങ്ങാടിയിലെ കോർപ്പറേഷൻ കെട്ടിടം തകർന്ന സംഭവത്തിൽ മേയറുടെ വസതിയിലേക്ക് UDFന്റെ നൈറ്റ് മാർച്ച്. മേയർ ഒ സദാശിവത്തിന്റെ വസതിയിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. അപകടത്തിന് പിന്നാലെ പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരുന്നു. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ, PV അൻവർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മേയർ ഭവനിലേക്ക് കടക്കുവാൻ ശ്രമിച്ചു. ചില പ്രവർത്തകർ മതിൽ ചാടി അകത്തേക്ക് പ്രവേശിക്കുവാനും ശ്രമിച്ചു. കാട്ടുകള്ളന്മാരാണ് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നതെന്ന് കെ പ്രവീൺകുമാർ പ്രതികരിച്ചു. കോഴിക്കോട് നഗരസഭ കക്കാനും കൊള്ളയടിക്കുവാനും നിൽക്കുന്നവരാണിവർ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരമായി നൽകണം. പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകണമെന്നും കോർപ്പറേഷൻ കെട്ടിടങ്ങളിൽ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നും DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കി. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം വീണ്ടും ചർച്ചയ്ക്ക് സർക്കാർ. ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും ഇരു വകുപ്പുകളിലെ സെക്രട്ടറിമാരും വ്യാഴാഴ്ച ചർച്ച നടത്തും. ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത ശേഷം ഡോക്ടേഴ്സിന്റെ പ്രതിനിധികളെ ബന്ധപ്പെടാമെന്ന് സർക്കാർ വ്യക്തമാക്കി. നിർണായക നീക്കം. തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് VK ശശികല. മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വിശ്വസ്ത VK ശശികല. ജയലളിതയുടെ 78ാം ജന്മദിനത്തിലായിരുന്നു പ്രഖ്യാപനം. പാർട്ടിയുടെ പേര് പിന്നീട് അറിയിക്കുമെന്ന് VK ശശികല പറഞ്ഞു. രാമനാഥപുരത്ത് നടത്തിയ പരിപാടിയിൽ പാർട്ടിയുടെ കൊടി പുറത്തിറക്കി. കറുപ്പ്, വെള്ള, ചുവപ്പ് നിറത്തിൽ അണ്ണാദുരൈ, MGR, ജയലളിത എന്നിവരുടെ ചിത്രങ്ങളുള്ളതാണ് കൊടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി 40 സീറ്റുകളിൽ മത്സരിക്കും എന്നാണ് സൂചന. അണ്ണാദുരൈ, MGR, ജയലളിത എന്നിവരുടെ ആശയങ്ങളുമായാണ് പാർട്ടി മുന്നോട്ടു പോവുകയെന്ന് VK ശശികല പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന് തത്വത്തിൽ അംഗീകാരം. റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുവാൻ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രിയ തീരുമാനങ്ങളുമായി സർക്കാർ. ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കുവാൻ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന് മന്ത്രിസഭ അംഗീകാരം നൽകി. റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുവാനാണ് മന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനകം തീരുമാനം കൈക്കൊണ്ട ശുപാർശകൾക്ക് പുറമെ 32 എണ്ണത്തിൽ കൂടി മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. അജിത് പവാറിന്റെ മരണം. VSR വെഞ്ചേഴ്സിനെതിരെ DGCA നടപടി. 4 വിമാനങ്ങൾ ഗ്രൌണ്ട് ചെയ്തു. മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ VSR വെഞ്ചേഴ്സിനെതിരെ നടപടിയുമായി DGCA. VSRന്റെ 4 വിമാനങ്ങൾ ഗ്രൌണ്ട് ചെയ്തു. ബാരാമതിയിൽ അപകടത്തിൽപ്പെട്ടത് VSRന്റെ ലിയർ ജെറ്റ് 45 എന്ന വിമാനമായിരുന്നു. അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സുരക്ഷാ ഓഡിറ്റിന് DGCA ഉത്തരവിട്ടിരുന്നു. ഈ റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഒന്നിലധികം ലംഘനങ്ങൾ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു നടപടി. നിരവധി സുരക്ഷാ ലംഘനങ്ങൾ വിമാനം നടത്തിയതായി DGCA കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ VSR വെഞ്ചേഴ്സിന് 7 പ്രൈവറ്റ് ജെറ്റുകളാണ് ഉള്ളത്. അതിൽ 4 വിമാനങ്ങൾ ഗ്രൌണ്ട് ചെയ്യുവാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. കൂടുതൽ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതായും DGCA വ്യക്തമാക്കി.
വിമാനാപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അന്തിമ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ അറിയുവാൻ സാധിക്കൂ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.